കൊല്ലത്ത് നിന്നും വളരെ ഒരു ഞെട്ടിക്കുന്ന അപകട വാർത്ത പുറത്തുവരികയാണ്. കൊല്ലം ജോനകപ്പുറം ഹാർബറിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ വഴിയരിയിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി ഒരാൾ മരണപ്പെട്ടു എന്ന നടുക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. സംഭവത്തിൽ 9 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ. ഭിന്നശേഷിക്കാരനായ തമിഴ്നാട് കോടമംഗലം സ്വദേശി 60-കാരനായ പരശുരാമനാണ് മരണപ്പെട്ടിരിക്കുന്നത്. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മദ്യലഹരിയിൽ ബൈക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപകടത്തിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. 9 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ജോനകപുരം ഹാർബറിൽ കടലോരത്ത് വിവിധ ജോലികൾ ചെയ്തും ഭിക്ഷാടനം നടത്തി കഴിഞ്ഞവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. തമിഴ്നാട് സ്വദേശികളാണ് ഇവരെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരശുരാമന്റെ തലയിലൂടെയാണ് ബൈക്ക് പാഞ്ഞുകയറി മരണം സംഭവിച്ചിരിക്കുന്നത്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ സരസ്വതി, രാജി എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സരസ്വതിക്ക് തലയ്ക്കാണ് പൊട്ടലേറ്റിരിക്കുന്നത്. തോളലിനും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. സംഭവത്തിൽ കീരസ്വാമി, അറുമുഖം, തങ്കരാജ്, കാവേരി, വീരസ്വാമി, ചന്ദ്രമണി, സുശീല, സുന്ദരി എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ. ഇവർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരിക്കുകയാണ്. ബൈക്കിൽ 2 പേരാണ് ഉണ്ടായിരുന്നതെന്നും ബൈക്ക് ഓടിച്ച പുളിത്തോട്ടം സ്വദേശി സുബിനും പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ. 24 വയസ്സുകാരനായ സുബിൻ മദ്യലഹരിയിലാണ് ബൈക്ക് ഓടിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇയാളിപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നാണ് വിവരങ്ങൾ. ബൈക്കിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്. മൂന്നാംകരയിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത്. ബൈക്ക് ഓടിച്ച 24-കാരനായ സിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഹാർബർ റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്കാണ് ബൈക്ക് പാഞ്ഞുകയറിയത്. പരിക്കേറ്റവരെല്ലാം തന്നെ കോടമംഗലം സ്വദേശികളാണ്. പരശുരാമന്റെ തലയിലൂടെ ബൈക്ക് ഇടിച്ചു കയറിയതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ ബൈക്ക് ഓടിച്ചിരുന്ന സിബിനും ഗുരുതരമായി പരിക്കുണ്ട്. അതേസമയം മദ്യപിച്ച് വാഹനം ഓടിച്ച് നിരവധി ജീവനുകൾ റോഡിൽ പൊലിഞ്ഞ വാർത്തകളൊക്കെ നാം കേൾക്കാറുണ്ട്. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പെരുമാറ്റ ദൂഷ്യം മാത്രമല്ല, ഇതൊരു വലിയൊരു കുറ്റകരമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കവെയാണ് ഇതൊക്കെ കാറ്റിൽ പറത്തി ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുകയും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പന്താടുകയും ചെയ്യുന്ന ഇത്തരമൊരു മോശം പെരുമാറ്റം വളരെ ഗുരുതരമായ തെറ്റെന്ന് സുപ്രീം കോടതി ഇതിനു മുമ്പ് തന്നെ നിരീക്ഷിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെതിരെയുള്ള തുടർ നടപടികളെ കുറിച്ചുള്ള വിവരങ്ങളും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. 1988 മോട്ടോർ വാഹന നിയമത്തിൽ 185-ാം വകുപ്പ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കുറ്റത്തിന് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായി ലഭിക്കുന്ന വ്യവസ്ഥയോ ആണ് ലഭിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം ആരെങ്കിലും വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മോട്ടോർ വാഹനം ഓടിക്കാൻ ശ്രമിക്കുമ്പോഴോ അയാളുടെ രക്തത്തിൽ 30 മില്ലിഗ്രാമിൽ കൂടുതൽ മദ്യമുണ്ടെങ്കിൽ 100 മില്ലിക്ക് ഒരു ബ്രീത്ത് അനലൈസർ നടത്തിയ പരിശോധനയിൽ ഇത് രക്തത്തിൽ അലിഞ്ഞതായി കണ്ടെത്തുകയോ വാഹനത്തിന്മേൽ ശരിയായി നിയന്ത്രണം ചെലുത്താൻ കഴിയാത്ത വിധം മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാവുകയോ ചെയ്താൽ ഈ കുറ്റത്തിന് ഒരു കാലയളവിൽ തടവ് ശിക്ഷ ലഭിക്കും. 6 മാസം വരെ അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും കിട്ടേക്കാവുന്ന പിഴ. അതുമല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. ഇനി രണ്ടാമത്തേതാണ് കുറ്റകൃത്യമെങ്കിൽ മുമ്പത്തേന് സമാനമായ കുറ്റകൃത്യം നടന്ന് 3 വർഷത്തിനുള്ളിൽ ചെയ്താൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ 15,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും ലഭിക്കുക. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി അപകടങ്ങൾ ഇന്ത്യയിൽ 3.5% റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നതും മദ്യപാനം തന്നെയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുന്ന ഈ വകുപ്പ് കർശനമായി നടപ്പാക്കുന്നത് നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വ്യാപകമായ പ്രചാരണം തടയാൻ കഴിയും. ഒരു വാഹനത്തിലെ എല്ലാ യാത്രക്കാരുടെയും സുരക്ഷ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് എന്നതിനാൽ തന്നെ ഡ്രൈവർ മദ്യലഹരിയിലായിരിക്കുമ്പോൾ യാത്രക്കാരെയും ഇത് അപകടത്തിലാക്കുകയാണ്. ഒരു അപകടം അശ്രദ്ധമായി മദ്യപിച്ചും വാഹനം ഓടിക്കുന്നത് കാൽനട യാത്രക്കാരുടെയോ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെയോ ജീവനാണ് അപകടത്തിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.